2 കൊല്ലം മുമ്പ് CPM കേന്ദ്ര കമ്മിറ്റി ഒരു പ്രമേയം പാസാക്കിയിരുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിനെതിരായിരുന്നു ഈ പ്രമേയം. കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ശാരീരികവും മാനസികവുമായ പീഡനം, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി മാനഭംഗപ്പെടുത്തുക എന്നിവയൊക്കെ ഇന്ത്യയിൽ ഒറ്റപ്പെട്ട സംഭവമല്ല എന്നായിരുന്നു CPMൻ്റെ കണ്ടെത്തൽ. സ്ഥിരമായി സ്വന്തം രാജ്യത്തെ കുറ്റപ്പെടുത്തുന്ന CPM ഇക്കാര്യത്തിലും ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ തോംസൺ റോയിട്ടേഴ്സ് ഫൗണ്ടേഷൻ്റെ ഏതോ ഒരു റിപ്പോർട്ടിനെയാണ് ഉദ്ധരിച്ചത്. സ്ത്രീകൾക്ക് ഏറ്റവും അപകടം പിടിച്ച രാജ്യം ഇന്ത്യയാണത്രേ. ഉന്നാവോയിലെ മാനഭംഗവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് CPM എടുത്തു പറഞ്ഞിരുന്നു. പിന്നെ ഹത്രാസും. അതോടൊപ്പം മീടു ക്യാമ്പയിനെയും CPM സർവാത്മന പിന്തുണച്ചു. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ വ്യക്തിഹത്യ നടത്തുകയാണെന്നും CPM പറഞ്ഞിരുന്നു. എന്നാൽ CPM പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന സ്ത്രീപീഡനമൊക്കെ BJPയുടെയും RSSൻ്റെയും മനുവാദത്തിൻ്റെ ഫലമായിട്ടാണെന്നാണ്. ഇന്ത്യയിലെ മറ്റൊരു മതവും സിദ്ധാന്തങ്ങളും ഹിന്ദുക്കളുടെ മനുവാദത്തെപ്പോലെ സ്ത്രീപീഡനത്തെയോ ചൂഷണത്തെയോ അനുവദിക്കുന്നില്ലത്രേ. ഇസ്ലാം, ക്രിസ്ത്യൻ മതങ്ങൾക്കൊക്കെ ഭംഗ്യന്തരേണ ക്ലീൻ സർട്ടിഫിക്കറ്റാണ് CPM ഇക്കാര്യത്തിൽ നൽകുന്നത്. അപ്പോൾ CPM MLA മുകേഷ് പീഡനം നടത്തിയെന്ന് ഒന്നിലധികം പേർ രേഖാമൂലം പോലീസിൽ പരാതി നൽകി കഴിഞ്ഞു. CPM പറഞ്ഞതുപോലെ ആരോപണം ഉന്നയിച്ചവരെ ഇവർ വ്യക്തിഹത്യ നടത്തുകയാണ്. ചെയ്യുന്നത് CPM MLA ആണെന്ന് മാത്രം. മുകേഷിനോടൊപ്പം ആരോപണ വിധേയരായ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും നടൻ സിദ്ദിഖ് സിനിമക്കാരുടെ സംഘടനയായ അമ്മയുടെ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ചു. പക്ഷേ മുകേഷ് MLA സ്ഥാനത്തിൽ കടിച്ചു തൂങ്ങുന്നു. പീഡന ആരോപണം ഉന്നയിക്കപ്പെട്ട ശേഷവും മുകേഷിന് സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുകയാണ് CPM ഭരണകൂടം ചെയ്തത്. ഇപ്പോഴെന്തോ പുനർവിചിന്തനം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാലും CPM പറയുന്നത് മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നാണ്. അതിനുമുണ്ട് മുടന്തൻ ന്യായം. സ്ത്രീ പീഡന പരാതി ഉയർന്ന 2 കോൺഗ്രസ് MLAമാർ രാജിവെച്ചിട്ടില്ലത്രേ. നാണം കെട്ട വർഗം, അല്ലാതെ എന്തു പറയാൻ. അപ്പോൾ ഒരു സംശയം, നടൻ മുകേഷ് മനുവാദിയാണോ CPM?